കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഷിയാസിനെതിരെയാണ് ഇത് കണക്ക് ഭയങ്കരമായിട്ടുള്ള ട്രോളും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. അതിന് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അനുമോളുള്ളൊരു ഇഷ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു കേസ് ഇത് കണക്കുണ്ടെങ്കിൽ ഷിയാസിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയാണ് പരാതി കൊടുത്തത്, എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും രൂപ പറ്റിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ തിരിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പ്രശ്നമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് ഈ ഷിയാസ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ നിന്നാണ് അവളുണ്ട് ഈ പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയത്, എന്നിട്ടുണ്ടെങ്കിൽ അവസാനം അത് എൻ്റെ തലയിലായെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ട് ഈ ഷിയാസിൻ്റെ വൈഫിനെ കുറിച്ച് ഇത് കണക്ക് വൈഫ് ഇതൊക്കെ അറിഞ്ഞോ എന്തോ സംഭവം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ട് ഇത് കണക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പോസ്റ്റും കാര്യങ്ങളൊക്കെ. അതിനൊരു മറുപടി എന്ന രീതിയിലുണ്ടെങ്കിൽ ഷിയാസിൻ്റെ ഭാര്യ ഒരു പോസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഭാഗത്താണ് ശരി, അതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ പോസ്റ്റ് പോലൊക്കെ ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പിന്നീട് ഈ ഷിയാസിൻ്റെ ഒരു ഓഡിയോ വെളിയിൽ വരുന്നത്, ഈ പെൺകുട്ടിയുടെ അടുത്ത് പൈസ ചോദിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇത് വന്നതിന് ശേഷമുണ്ട് ഈ ഷിയാസിൻ്റെ ഭാര്യ ഇതിന് റിപ്ലൈ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. സോ ഇത് കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർ ഇപ്പോൾ ഷിയാസിൻ്റെ തന്നെയാണോ തെറ്റിയത്, വീട്ടുകാർ അറിഞ്ഞിട്ട് ഇത് കണക്ക് മറച്ചു വെക്കുന്നതാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ എന്തുവാണ് സംഭവം എന്നുള്ള രീതിയിൽ ഇതുവരെ ആരും തുറന്നു പറഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും ഓഡിയോ വെളിയിൽ വന്നതിന് ശേഷമുണ്ട് ഈ ഭയങ്കരമായിട്ടുള്ള ഷിയാസിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും ഭയങ്കരമായിട്ട് വന്നിട്ടൊന്നുമില്ല.